എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന തുർക്കി റിപ്പബ്ലിക് റജബ് തയ്യിബ് എർദോഗന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായി. ആധുനിക തുർക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും വിവാദപരവുമായ നേതാക്കളിൽ ഒരാളായി മാറിയ എർദോഗന് രാഷ്ട്രം വളർത്തുക എന്നതിൽ കവിഞ്ഞ് ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. ഇസ്ലാമിക യാഥാസ്ഥിതികതയിലും പാൻ ഇസ്ലാമിക് ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ ഒരു അജണ്ടയിൽ അധിഷ്ഠിതമാണത്. രാജ്യത്തിന്റെ ആഭ്യന്തര വിദേശ നയങ്ങളെ പുനർനിർമ്മിച്ചും പുത്തൻ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയുമുള്ള എർദോഗന്റെ കീഴിലുള്ള തുർക്കിയുടെ രാഷ്ട്രീയ പരിണാമം, അദ്ദേഹത്തിന്റെ ഇസ്ലാമികവൽക്കരണ നയങ്ങൾ, പാകിസ്ഥാൻ, അസർബൈജാൻ, മലേഷ്യ, ഖത്തർ എന്നിവയുമായുള്ള തന്ത്രപരമായ സഖ്യങ്ങളാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു ഏകീകൃത പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നിവയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു മറുനാടൻ സ്പെഷ്യൽ. ഇസ്ലാമിക രാജ്യത്തെ രാജാവാകാനുള്ള എർദോഗന്റെ കുതന്ത്രങ്ങൾ. ഇന്നത്തെ ക്രിസ്തുമതം രൂപീകരിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാരുടെ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിളാണ് ഇന്നത്തെ തുർക്കി. ഈ തുർക്കി 1453 മുഹമ്മദ് ദ കോൺക്വറർ എന്നറിയപ്പെടുന്ന ഓട്ടോമൻ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നു. 1923 മുസ്തഫ കെമാൽ അറ്റാതുർക്ക് സ്ഥാപിച്ച തുർക്കി റിപ്പബ്ലിക് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചാരത്തിൽ നിന്നും ഉയർന്നു വന്നു. അത്താതുർക്ക് സമൂലമായ മതേതരമായ പരിഷ്കരണങ്ങൾ നാട്ടിൽ നടപ്പിലാക്കി. അദ്ദേഹം ഖിലാഫത്ത് നിർത്തലാക്കുകയും ഇസ്ലാമിക കോടതികൾക്ക് പകരം സിവിൽ നിയമം സ്ഥാപിക്കുകയും ചെയ്തു. പൊതുസ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രധാരണം നിരോധിക്കുകയും പാശ്ചാത്യ വിദ്യാഭ്യാസവും രാഷ്ട്രീയ സംവിധാനങ്ങളുമൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. തുർക്കി ദേശീയതയും മതേതരത്വവും ഭരണകൂടത്തിന്റെ തൂണുകളായി മാറി. സൈന്യവും നീതിന്യായ വ്യവസ്ഥയും ശക്തമായി സംരക്ഷിച്ചു. മുസ്തഫ കെമാൽ അറ്റാതുർക്ക് ഓട്ടോമൻ തുർക്കിയിലെ സൈന്യാധിപനായിരുന്നു. ഈ സഖ്യസേനയുടെ കൈകളാൽ ഓട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ട ശേഷം തുർക്കിയുടെ വിഭജനം അനിവാര്യമായ കാലത്ത് തുർക്കി ദേശീയ മുന്നണിയെ നയിച്ച സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തിന്റെ സൈനിക മുന്നേറ്റങ്ങളിലൂടെ അവസാനം റിപ്പബ്ലിക് ഓഫ് ടർക്കി രൂപപ്പെട്ടു. ഏകകക്ഷി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്ന തുർക്കി റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഇദ്ദേഹം തുർക്കിയുടെ ഇസ്ലാമിക പാരമ്പര്യത്തെ തുടച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങളെ പകരം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ജനാധിപത്യവൽക്കരണം, ദേശീയത, ജനപ്രിയ നയങ്ങൾ, പരിവർത്തനവാദം, മതനിരപേക്ഷത, രാഷ്ട്രവാദം തുടങ്ങിയ തത്വങ്ങളായിരുന്നു റിപ്പബ്ലിക്കിന്റെ മൗലികമായ വ്യവസ്ഥിതിക്ക് അടിത്തറയാവുന്നത്. ഈ തത്വസംഹിത അറ്റാതുർക്കിസം, കെമാലിസം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടു. അത്താതുർക്ക് സമൂലമായ മതേതര പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അദ്ദേഹം ഖിലാഫത്ത് നിർത്തലാക്കുകയും ഇസ്ലാമിക കോടതികൾക്ക് പകരം സിവിൽ നിയമം സ്ഥാപിക്കുകയും ചെയ്തു. പൊതുസ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രധാരണം നിരോധിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. രാഷ്ട്രീയ സംവിധാനങ്ങൾ സ്വീകരിച്ചു. തുർക്കി ദേശീയതയും മതേതരത്വവും ഒക്കെ വലിയ രീതിയിൽ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറക്കി. സൈന്യവും നീതിന്യായ വ്യവസ്ഥയും ശക്തമായും കാവലേർപ്പെടുത്തി. ഇതിനിടെയാണ് റജീബ് തയ്യിബ് എർദോഗന്റെ ഉദയം നടക്കുന്നത്. 1954 ഇസ്താംബുളിലെ കാസിംപാസ ജില്ലയിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. ഇസ്ലാമിക വെൽഫെയർ പാർട്ടിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1994 അദ്ദേഹം ഇസ്താംബുളിന്റെ മേയറാവുന്നു. 98 മതവിദ്വേഷം വളർത്തിയതിന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയും രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു. പള്ളികളെ ബാർക്കുകളോടും വിശ്വാസികളെ സൈന്യത്തോടും ഉപമിക്കുന്ന സിയാ ഗോഗാൽപ്പിന്റെ ഒരു കവിത വായിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. 1999 എർദോഗൻ ജയിൽ മോചിതനായി. ഇത് അദ്ദേഹത്തെ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കിടയിൽ ഒരു നായകനാക്കി. 2001 എർദോഗൻ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി സഹസ്ഥാപകനായി. അതിനെ മിതവാദികളും യൂറോപ്യൻ അനുകൂലികളും യാഥാസ്ഥിതികരമായ ഒരു ജനാധിപത്യ പാർട്ടിയെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 2002 പൊതു തെരഞ്ഞെടുപ്പിൽ AKP വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. 2003 എർദോഗൻ പ്രധാനമന്ത്രിയായും പിന്നീട് 2014 പ്രസിഡന്റായും മാറി. ഇതോടെ കാര്യങ്ങൾ സർവ്വവും മാറിമറിയുന്നു. എർദോഗന്റെ ആദ്യകാലങ്ങൾ സാമ്പത്തിക വളർച്ചയും താരതമ്യേന മിതവാദ നിലപാടുകളും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും 2011 ശേഷം അദ്ദേഹത്തിന്റെ ഭരണം കൂടുതൽ സ്വേച്ഛാധിപത്യപരവും പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്നു നിൽക്കുന്നതുമായി മാറി. ഇതിലെ ഏറ്റവും പ്രധാനം മതവിദ്യാഭ്യാസത്തിന്റെ പുനരുജ്ജീവനമാണ്. മതപരവും മതേതരവുമായ വിദ്യാഭ്യാസം സംയോജിപ്പിക്കുന്ന ഇമാം ഹാത്തിബ് സ്കൂളുകൾ എർദോഗൻ വികസിപ്പിച്ചു. ഈ സ്ഥാപനങ്ങൾ പെരുകി. മതവിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം കുതിച്ചുയർന്നു. അതേസമയം മതേതര സ്കൂളുകൾക്ക് ബജറ്റ് വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടായി. പൊതുജീവിതത്തിൽ അദ്ദേഹം ദൃശ്യമായ രീതിയിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്നു.
സർവകലാശാലകളിലും പൊതു ഓഫീസുകളിലും ശിരോവസ്ത്ര നിരോധനം പിൻവലിക്കുന്നു. ഇത് മതേതര നയത്തിന്റെ വലിയൊരു തിരിച്ചടിയായി. ചരിത്ര സ്ഥലങ്ങളുടെ പരിവർത്തനം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായി. 2020 അത്താതുർക്ക് ഒരു മ്യൂസിയമായി മാറ്റിയ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ക്രിസ്തീയ പള്ളിയായിരുന്ന ഹാഗിയ സോഫിയയെ അത് ഒരു മുസ്ലിം പള്ളിയായി പുനർനിർമ്മിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, ആദ്യഘട്ടത്തിൽ ഇതൊരു മ്യൂസിയം പീസായി ഇരിക്കണമെന്ന് വാദിച്ച എർദോഗനാണ് മനം മാറ്റം വന്ന ഇതിനൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നത്. അത്താതുർക്കിന്റെ മതേതര പൈതൃകം ഇല്ലാതാക്കാനുള്ള എർദോഗന്റെ ആവേശമായി ഇതിനെ ലോകം വീക്ഷിച്ചു. സ്ത്രീകൾക്കുള്ള പരമ്പരാഗത കുടുംബ റോളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു, ലിംഗസമത്വ നിയമങ്ങളെ എതിർക്കുന്ന, നേരത്തെയുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ജനനിരക്ക് വർദ്ധിക്കണമെന്ന് പറയുന്ന, ഒരു സ്ത്രീ എല്ലാത്തിനും ഉപരി ഒരു അമ്മയാണ്, സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നടക്കമുള്ള നിരവധി സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവായി എർദോഗൻ മാറുകയായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, സിവിൽ സമൂഹ സംഘടനകൾ എന്നിവ അടിച്ചമർത്തലിനെ നേരിട്ടു. സർക്കാരിനെ വിമർശിക്കുന്ന പത്രപ്രവർത്തകരെയും അക്കാദമിക് വിദഗ്ധരെയും ജയിലിലടക്കുകയും പിരിച്ചുവിടുകയും ചെയ്തു. ഇതൊക്കെ എത്തി നിൽക്കുന്നത് എർദോഗന്റെ പാൻ ഇസ്ലാമിക് വിദേശ നയത്തിലേക്കാണ്. ദേശീയ അതിർത്തികൾക്കപ്പുറം ഒരു ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള ഒരു കൂട്ടായ്മ കെട്ടിപ്പടുത്തുന്നതിലേക്ക് എർദോഗന്റെ അഭിലാഷങ്ങൾ വ്യാപിക്കുകയാണ്. പൊതുവായ ഒരു ഇസ്ലാമിക സ്വത്വത്തിനും രാഷ്ട്രീയ ലക്ഷ്യത്തിനും കീഴിൽ ഐക്യപ്പെടുന്ന രാജ്യങ്ങൾ എന്നതാണ് എർദോഗന്റെ സ്വപ്നം. അതിന് വളരെയധികം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ, നിലപാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പലസ്തീനോടുള്ള പൂർണ്ണമായ പിന്തുണ. എർദോഗൻ ഫലസ്തീൻ്റെ ശക്തമായ പിന്തുണക്കാരനും ഇസ്രായേലിൻ്റെ തുറന്ന വിമർശകനുമാണ്, പ്രത്യേകിച്ച് ഗാസയിലെ സംഘർഷങ്ങളിൽ. അദ്ദേഹം ഇസ്രായേൽ അംബാസിഡർമാരെ പുറത്താക്കുകയും പ്രതിരോധ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയും OICയിൽ മുസ്ലിം രാഷ്ട്രങ്ങളെ അണിനിരത്തുകയും ചെയ്തു. കശ്മീരിന് വേണ്ടി വാദിക്കുന്ന, അതിന് പാകിസ്ഥാനൊപ്പം നിൽക്കുകയും ചെയ്തു. കശ്മീർ വിഷയത്തിൽ എർദോഗൻ പാകിസ്ഥാന് പിന്തുണ ആവർത്തിച്ച് ശബ്ദമുയർത്തി. അതിനെ പലസ്തീൻ പോരാട്ടവുമായി ഉപമിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ കൊളോണിയൽ വിരുദ്ധ വാചാടവുമായി യോജിക്കുകയും ദക്ഷിണേഷ്യയിൽ അദ്ദേഹത്തിന് ഒരു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു പ്രീതി നേടിയെടുക്കാനും സാധിച്ചു. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്ലാമോഫോബിയ വളർത്തുന്നുവെന്ന് എർദോഗൻ ആരോപിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചറുകൾ സംരക്ഷിക്കുന്നതിനായി ഫ്രാൻസിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ വിവേചനത്തിനെതിരെ പോരാടുന്നതിന് ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലോകത്തിലെ തന്ത്രപരമായ സഖ്യങ്ങൾ വികസിപ്പിക്കുന്ന എർദോഗൻ പ്ലാനാണ് അടുത്തത്. തന്റെ പാൻ ഇസ്ലാമിക് ദർശനം സാക്ഷാത്കരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടി വരും. തുർക്കിയുടെ പ്രത്യയശാസ്ത്രപരമായ ഭൗമ രാഷ്ട്രീയമോ ആയ താല്പര്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളുമായി എർദോഗൻ തന്ത്രപരമായി ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. പാകിസ്ഥാനുമായി ശക്തമായ സൈനിക സഹകരണം നടത്തുന്നുണ്ട്. പാകിസ്ഥാനുമായി സംയുക്ത വ്യോമ അഭ്യാസങ്ങൾ നടത്തുന്നു. പ്രതിരോധ കരാറുകൾ വരുന്നു. 2020 അർമേനിയക്കെതിരായ നാഗോർണോ കരാബക് യുദ്ധത്തിൽ അസർബൈജാനെ പിന്തുണയ്ക്കുന്നു. പ്രതിരോധ ഊർജ്ജ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പാശ്ചാത്യ വിരുദ്ധവും പാൻ ഇസ്ലാമിക് ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മലേഷ്യയുമായി സഹകരിക്കുന്നു. സൗദി നേതൃത്വത്തിലുള്ള OICയെ മാറ്റി നിർത്തി ബദൽ ഇസ്ലാമിക ഉച്ചകോടികൾ നടത്തി. സൗദി നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ 2017 ഗൾഫ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തുർക്കി ഖത്തറിനെ പിന്തുണയ്ക്കുന്നു. ദോഹയിൽ ഒരു സൈനിക താവളം സ്ഥാപിച്ചു. മുസ്ലിം ബ്രദർഹുഡിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെ നിരവധി പ്രാദേശിക വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിച്ചു. പാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിനായി എർദോഗൻ കൂട്ടുപിടിച്ചൊടുക്കം ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി തുർക്കി എത്തുന്നു. 300 മുതൽ 400 തുർക്കി ഡ്രോണുകളാണ് ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നെത്തുന്നത്. തുർക്കി നിർമ്മിത അസിസ്ഗാർഡ് സോൺഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിച്ചു. 2003 പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയതിനു മുതൽ എർദോഗൻ കുറഞ്ഞത് 10 തവണയെങ്കിലും പാകിസ്ഥാനിൽ സന്ദർശനം നടത്തി. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന പാകിസ്ഥാൻ തുർക്കി ഹൈ ലെവൽ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ 7ാമത് സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുന്നു. എന്തായാലും ദശാബ്ദങ്ങളൊക്കെ അങ്ങനെ പിന്നിട്ടു. തുർക്കിയിൽ റജബ് തയ്യിബ് എർദോഗന്റെ അധികാരം അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിക് രാജ്യം എന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ച് എർദോഗൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്, അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ രാഷ്ട്രങ്ങളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നിർത്തുക എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഇതിനുവേണ്ടി എർദോഗൻ പാകിസ്ഥാനിൽ എത്തുന്നതിനു പുറമെ 2019 മലേഷ്യയിൽ സൗദിയും UAEയും നയിക്കുന്ന അറബ് രാഷ്ട്രങ്ങളെ മാറ്റി നിർത്തി പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവർ ചേർന്ന് ഉച്ചകോടി സംഘടിപ്പിച്ചു. പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു സമ്മേളന ലക്ഷ്യം. ഇസ്ലാമിക അച്ചുതണ്ട് രൂപീകരിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. റജബ് തയ്യിബ് എർദോഗൻ തുർക്കിയുടെ സ്വത്വത്തെ ആഴത്തിൽ മാറ്റിമറിച്ചു. തുർക്കി ഒരു മതേതര റിപ്പബ്ലിക്കായിരുന്നു. ആ മതേതര റിപ്പബ്ലിക്കിൽ നിന്നും മാറി ഒരു പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായ രാഷ്ട്രത്തിലേക്ക് എർദോഗൻ അതിനെ നയിച്ചു. പരമ്പരാഗത പാശ്ചാത്യ മിഡിൽ ഈസ്റ്റേൺ ശക്തി കേന്ദ്രങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പാൻ ഇസ്ലാമിക് സ്വപ്നത്തിൽ ഊർജിതമായ അദ്ദേഹത്തിന്റെ സ്വാധീനം സത്യത്തിൽ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യക്കെതിരെ കൂടിയാണ്.
എന്തായാലും റജബ് എർദോഗൻ എന്ന് പറഞ്ഞയാൾ കോട്ടിട്ട ഹമാസ് തീവ്രവാദിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റാവില്ല. എന്തായാലും റജബ് എർദോഗന്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, നടപ്പിലാക്കലുകൾ എല്ലാം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ്.